ഡോക്ടറെ നോമ്പാണല്ലോ വരുന്നത്, എനിക്ക് വണ്ണം കുറക്കാൻ ആരോഗ്യപരമായിട്ടുള്ളൊരു ഭക്ഷണ രീതി പറഞ്ഞു തരുമോ? തീർച്ചയായിട്ടും വണ്ണം കുറക്കാൻ നോമ്പ് തന്നെ ഒരു അനുയോജ്യമാണ്. ഇതിനെ ഒരു വണ്ണം അങ്ങോട്ട് വല്ലാതെ കുറക്കാനുള്ളൊരു സ്റ്റേജായി ശ്രദ്ധിക്കാതെ നമ്മൾ നോർമലായിട്ട് ചില മര്യാദകൾ പാലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്നതിൽ വണ്ണം കുറയുകയും ചെയ്യും. അപ്പോൾ അതിന് പാലിക്കേണ്ട ഒരു മര്യാദ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നോമ്പ് കാലത്ത് വണ്ണം കൂട്ടാൻ ഏറ്റവും കാരണമാകുന്ന 2 വില്ലന്മാർ എണ്ണക്കടികളും പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങളുമാണ്. അത് അളവ് പറ്റ കുറക്കുക. ഒരു എണ്ണക്കടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്യാവശ്യമാണെങ്കിൽ ഒരു പീസ്, അതിലേറെ കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അത്യാവശ്യമാണെങ്കിൽ അത്യാവശ്യം നല്ല കലോറി ഉണ്ടാവും. പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ കുറച്ചിട്ട് അത്യാവശ്യം ഒരു ജ്യൂസൊക്കെ കഴിച്ചെങ്കിൽ കഴിച്ചു, അത്ര തന്നെ, അതിലേറെ കഴിക്കരുത്. എന്നിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും, ഉണങ്ങിയ പഴങ്ങൾ അല്ലേ, എന്നിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നട്ട്സ് സീഡ്സൊക്കെ പോലെ ആരോഗ്യപരമായ ഭക്ഷണങ്ങൾ, പിന്നെ മത്സ്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ആവശ്യമായ രീതിയിൽ കഴിച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഒരു സമീകൃതമായിട്ടുള്ളൊരു ഭക്ഷണ രീതി എന്ന് കഴിഞ്ഞാൽ ഈ നോമ്പ് കാലത്ത് എന്താക്കാൻ പറ്റും, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഒരു ഭക്ഷണ ക്രമത്തിലുണ്ടാകുന്ന ഈ ഒരു മാറ്റം കൊണ്ട് തന്നെ പ്രതിൻ്റെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ എഫക്റ്റ് കൊണ്ടും ഫാറ്റ് ബേൺ ചെയ്യാൻ വരുന്നൊരു ആവശ്യം കൊണ്ട് തന്നെ നോമ്പ് കഴിയുമ്പോഴേക്ക് ഒരു കുറച്ചൊക്കെ വെയിറ്റ് കുറയാനുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നോമ്പ് തുറക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പഞ്ചസാര ഒഴിവാക്കിയിട്ട് നേച്ചുറലായിട്ടുള്ള പഞ്ചസാര ഇടാത്ത ജ്യൂസ് കൊണ്ട് തുറക്കാമല്ലോ, വെള്ളവും കാരക്കയും കഴിഞ്ഞിട്ട് അല്ലേ. അതൊക്കെ ഒരുപാട് കലോറി നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ ഒരു കഷ്ണം മാംഗോ, ഓറഞ്ച്, കുറച്ച് കാരക്ക, 1-2 പീസ് കാരക്ക, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ആ ഒരു സമയം നമുക്ക് ഹെൽത്തി ഫുഡുകൾ ഉള്ളോട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അനാവശ്യമായിട്ടുള്ള കലോറി എത്തുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തും കൂടുതൽ പ്രോട്ടീനും ഫൈബറും അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കാം. ചിക്കൻ്റെ ഒരു ചെറിയ പീസ് വേണം കഴിക്കാം, കോഴിമുട്ട കഴിക്കാം, പയറ് കറി, കടലക്കറി അല്ലേ, ഇതൊക്കെ പ്രോട്ടീൻ അടങ്ങിയ സംഭവങ്ങളാണ്. പിന്നെ നാരും, നമ്മളെ നോമ്പ് സമയത്ത് കിട്ടുന്ന എണ്ണക്കടികൾ അത് ചിലപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ടൊരു ഊർജ്ജം സമ്മാനിക്കുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി സമയമാകുമ്പോഴേക്ക് അതുകൊണ്ട് എക്സ്ട്രാ ക്ഷീണമാണ് വരിക. പിന്നെ എക്സ്ട്രാ കലോറി എത്തി വണ്ണം